താങ്കൾ ഈ അറസ്റ്റിലാവുന്ന ദിവസം തന്നെ അന്നേ ദിവസം ഒരു വീഡിയോ പ്രീമിയർ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. ആ വീഡിയോയിൽ താങ്കൾ പോലീസിനോട് പറയുന്നത് ലാപ്ടോപ്പ് ഇവിടെ ഇല്ല, ഓഫീസിലാണെന്നാണ്. പക്ഷേ പിന്നീട് താങ്കൾ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ലാപ്ടോപ്പ് മാറ്റി അത് വെക്കേണ്ടി വരും. പബ്ലിക്കായി പറയുന്ന വീഡിയോ ഇല്ല, ഞാൻ തന്നെ പബ്ലിക്കലായി എൻ്റെ പോലീസിനോട് പറയുന്ന കാര്യം എന്താ അറിയോ? ശബരിമല സീസൺ കാലത്ത് എൻ്റെ ലാപ്ടോപ്പായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻ്റെ ലാപ്ടോപ്പ് പോലീസ് എടുത്തുകൊണ്ട് പോയി. ഒരു വർഷം കഴിഞ്ഞാണ് തിരിച്ച് കിട്ടിയത്. സ്ക്രീൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു. 44,000 എൻ്റെ കയ്യിൽ നിന്നായി. എനിക്ക് തോന്നുന്നു അതും വേറൊരു ചർച്ചയിലോ വീഡിയോയിലോ പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നമേ പോലീസുകാർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു, റിക്കവറി ഒക്കെ ചെയ്തു എന്ന് പറയുന്ന ഒരു ആംഗിളിന് വേണ്ടി പറയുന്നതാണ്. ഇപ്പം തന്നെ എനിക്കെതിരെ മറ്റേ പരാതിക്കാരിയെ അധിക്ഷേപിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. അതിന് എൻ്റെ ലാപ്ടോപ്പും എൻ്റെ ഫോണും കൊണ്ടിട്ട് എന്താ? അല്ല, തമ്മയിലിന്റെ കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിച്ചത്. അല്ല, രണ്ട് തമിഴിലെ എൻ്റെ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാണ്, വെറുതെ നോക്കണം. ഞാൻ തമിഴിൽ ആരുടെയാണ് ഇട്ടത്? ഒരു AI മോഡലിന്റെ അല്ലേ? അശ്വതി അച്ചു എന്ന് പേരുള്ള ഒരു AI മോഡലിന്റെ അല്ലേ? അതെങ്ങനെയാണ് ഈ പരാതിക്കാരിയുടെ ആവുന്നത്? പോലീസുകാർ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു, അതിൽ ഞാൻ പകച്ചുപോയി. ഇപ്പം കുഞ്ചുവിൻ്റെ ഒക്കെ ചോദ്യങ്ങൾക്ക് എനിക്ക് ഒരുപാട് ഉത്തരം പറയാൻ കഴിയുന്നുണ്ട്. പക്ഷേ പോലീസുകാർ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എങ്ങനെയായിരുന്നു? ഈ ഫോട്ടോ കണ്ടിട്ട് അത് തൻ്റേതാണെന്ന് പരാതിക്കാരിക്ക് തോന്നിയാൽ അല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയും? ഞാൻ പറഞ്ഞു, സാർ എന്താ ഉദ്ദേശിച്ചത്? എനിക്കപ്പോൾ ആദ്യം ആ ചോദ്യം മനസ്സിലായില്ല. ഈ ഫോട്ടോ കണ്ടിട്ട് അത് തൻ്റെ ഫോട്ടോ ആണെന്ന് പരാതിക്കാരിക്ക് തോന്നിയാൽ അല്ല എന്നെങ്ങനെ ഞങ്ങൾ പറയാം? ഞാൻ പറഞ്ഞു, സാറേ കണ്ണ് കണ്ടാൽ പോരെ, അത് നമുക്ക് മനസ്സിലാവില്ലേ? പോലീസ് പറഞ്ഞില്ല, അതിന് ഫോറൻസിക് റിപ്പോർട്ട് വേണോ?